ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമുക്കിന്ന് ഇവിടെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കൊരു കുടം, പുള്ളിക്കൊരു കുടം മാരി പറയില്ല എന്ന് പറഞ്ഞ പോലെ, ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞ പോലെ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തുലാവർഷത്തിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മഴ ഉണ്ടായാലും ഇടിയുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടോടെ ഒരു പലഹാരം, ഒരു കട്ടൻ കാപ്പിയും കൂടെ ആയാൽ നല്ല സുഖമാണ്. അപ്പം നമുക്കതിന് ഒരു വട, ഒരു സ്പെഷ്യൽ വടയാണ് കാണിക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നോക്കൂ, വളരെ പോഷകമൂല്യമുള്ള സാമ്പാർ ചീര. നോക്കൂ, സാമ്പാർ ചീര. ഈ സാമ്പാർ ചീര കൊണ്ടാണ് ഞാൻ വടയുണ്ടാക്കുന്നത്. പിന്നെ കടലമാവ്, സാമ്പാർ ചീര, കടലമാവ്, വെള്ളുള്ളി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞത്, അല്പം കായം, ഉപ്പ്, അല്പം ഗരം മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പം ഞാനിതൊന്ന് അരി എടുക്കണം. നല്ല മഴ നിർത്ത് പെയ്യുകയാണ്. വളരെ ശക്തമായിട്ട് പെയ്യുകയാണ്. ഞങ്ങൾക്കിത് ധാരാളം മതി. മാഷക്ക് 2 വട, എനിക്കൊരു വട, 3 വട മതി. ഇതിൻ്റെ തണ്ടുൾപ്പെടെ അരിയണം കേട്ടോ. ഈ തണ്ടുൾപ്പെടെ അരിയണം, പൊടിയായിട്ട് അരിയണം. ഞാനിതൊന്ന് അരിയട്ടെ. ജലരും വാതിലും എല്ലാം അടയുന്നു. മാഷ് ഓടിപ്പോയി അടയ്ക്കുന്നു. പടപടോ ശബ്ദം കേൾക്കുന്നു. ഇത് പൊടിയായിട്ട് അരിയട്ടെ. ഇത് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞിട്ട്, ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കണം, കത്തിക്കണം. എണ്ണ ചൂടാകുമ്പോൾ കടലമാവും ഈ പറഞ്ഞ എല്ലാം കൂടെ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കണം. നല്ല പോഷകമൂല്യമുള്ള സാധനമാണിത് കേട്ടോ. ഇതിൻ്റെ പൂവെല്ലാം എടുക്കാം. ഈ പൂവൊക്കെ എടുക്കാം കേട്ടോ. ഇത് മതി, ഞാനിപ്പോൾ കുറച്ച് മതിയല്ലോ. ഉണ്ട്, കുറച്ചെല്ലാം കൂടെ പച്ചവെള്ളമൊക്കെ ഉണ്ട്. അതുപോലെ ഇഞ്ചി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞതാണത്. ഇത്രയും ഉണ്ട്. ഇതുകൂടെ അരിയാം. നല്ല രുചിയുണ്ട് കേട്ടോ. 2 ദിവസം മുമ്പ് ഞാനിത് ഉണ്ടാക്കി. നല്ലതായിരുന്നു. പിള്ളേരെ ദൂരെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും അമ്മ ഇതൊക്കെ ഉണ്ടാക്കി തിന്നുകയാണെന്ന്. ഞാനങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. ഇത് മാഷക്ക് 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ. അപ്പം ഞാനും അതിന് രുചിയൊന്ന് നോക്കും, അത്രയേ ഉള്ളൂ. പേടിയായിരിക്കും ഇപ്പോൾ കഴിക്കാൻ. അപ്പം 4 മണിക്ക് നല്ല മഴയൊക്കെ ആയിരിക്കുമല്ലോ അവിടെയൊക്കെ. അപ്പോൾ നിങ്ങൾക്കും കൂടി തരാമെന്ന് വെച്ചിട്ട് കറിവേപ്പില ഇത്തിരി മതി കൂടി ഇട്ടിട്ട്. ഇലക്കറികളൊക്കെ ഇലക്കുട്ടാനൊന്നും അധികം കറിവേപ്പില ഇടണ്ട കേട്ടോ. ഉള്ളി ഇഞ്ചി അരിഞ്ഞത് ഞാനിതെല്ലാം കൂടെ തിരുമ്പി വയ്ക്കട്ടെ. ഈ ഇല അരിഞ്ഞതിലോട്ട് ഇത് കൂടി ഇടുക. കേൾക്കുന്നുണ്ടോ എന്ന്? ഭയങ്കര മഴയാണ്. ഞാനിപ്പം മൈക്കൊന്നും എടുക്കുന്നില്ല. എൻ്റെ ശബ്ദം മൈക്കിനെക്കാട്ടി വലുതാണ്. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് മൈക്കൊക്കെ എടുക്കുമെന്ന് ഞാനും വിചാരിക്കും. ഇത്രയും സാധനമുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് ഞാനൊന്ന് ഇതിനാവശ്യമായ കടലമാവ് എടുക്കട്ടെ. ഭയങ്കര മഴയാണോ?
അതിശക്തമായി അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത്തിരി ഇടാം. ഇതൊന്നുകൂടെ കഴുകണം. രജനി കഴുകി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് മുഴുവൻ കഴുകാം. കഴുകലിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാലുണ്ടെങ്കിൽ പാചകം ചെയ്താൽ ഇതൊക്കെ അലങ്കാരത്തിൻ്റെ നിറവുകൂടെ തണുപ്പാകും. നമ്മുടെ പരിപാടി ഞാൻ ഇതൊന്നും കഴുകണം. ഇനി ഇതിലേക്ക് പാകമായിട്ടുള്ള കടലമാവ് എടുക്കാം. കടലമാവ് എടുത്തിട്ട് കുറച്ച് മതി. ഞങ്ങൾക്കൊന്നും കുടിക്കണം മാത്രമല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതി. ഒരുപാട് കായപ്പൊടിയില്ല. കായപ്പൊടി ഒത്തിരിയായ ചോദ്യം മതി. ഒത്തിരിയായ ചോദ്യം ശബ്ദം ശരിയാകുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം ഇതിനൊക്കെ ഒരല്പം മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടി ഒരല്പം, വളരെ കുറച്ച്. സ്പൂണുണ്ട് കാര്യം. എത്ര വലിയ സ്പൂണുള്ള ഇടാൻ മതി. 5 സ്പൂണാണ് ഞാൻ കഴിക്കുന്നത്. ഇതാ ഇത് മുളക് പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി, ഒരു നുള്ള മതി. ഈ മഞ്ഞൾപ്പൊടി ഇടണം. പക്ഷെ ഞാൻ ഇടുന്നില്ലെന്ന് അറിയാം. ഈ കടൽമാവിൽ തന്നെ ഒരു മഞ്ഞ നിറവില്ലേ, അതുകൊണ്ട് വെള്ളം എടുക്കണം. ആവശ്യത്തിനുള്ള ഒരുപാട് വെള്ളമായാലേ മുക്കിയാൽ കിട്ടില്ല. പാകത്തിലേ ആകാവും. ഒരു പാകത്തിന്. ഈ താഴോട്ട് വെച്ച് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. ഇത്തിരി വെള്ളമായി പോയി. ശകലം കടലമാവ് ഇടട്ടെ. ഇത് കടലമാവ് ഇട്ടട്ടെ. ഇന്നൊരു പാകം ഉണ്ടായി. ആ പാകത്തിന് എടുക്കണം. നിങ്ങൾക്കൊക്കെ ഇന്ന് എന്താണോ ഉണ്ടോ 4 മണിക്ക്. അവിടെയൊക്കെ മഴയാണല്ലേ. ഈ മഴയത്ത് എന്തെങ്കിലുമൊക്കെ വേണം. മാഷ അറിഞ്ഞിട്ടില്ല ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. മാഷ മുകളിൽ പോയി അങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പം വെള്ളം കുടിക്കുക. ഇതിനെ ഒന്ന് ഞെരുടി എടുക്കണം. അന്നേരം ചെയ്ത് വെച്ചില്ലേ അതിലോട്ടും കൂടെ ഒരല്പം ഉപ്പിടാം. കാരണം ഈ ഉള്ളി ഇഞ്ചിയും എല്ലാം ഇല്ലേ. ഒരല്പം ഉപ്പ് അതിലേക്ക് കൂടെ ഒഴിക്കാം. ഒരുപാട് ഉപ്പായ കൊള്ളില്ല. ഇതിലേക്കൊന്നും തിരിക്കും.
സാമ്പാറിൽ ഇപ്പോൾ ചെറിയ വലിയ പൊട്ട് കേട്ടോ. ഇതൊന്ന് പോഷകഗുണമൊന്നുമില്ല. ഇത് പോഷകഗുണം. ഇത് ഞാൻ കൈ കഴുകിയിട്ട് ഇതിലേക്ക് തിരിഞ്ഞിട്ട് ഇടാം. ഇതിലേയും കൂടെ ഞാൻ മാവിലേക്ക് ഇട്ടു. ഉള്ളി ഇതെല്ലാം കൂടെ ആ ചീര അല്ല ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടു. എന്താ തകർത്ത് പെയ്യുന്നു. കയ്യുണ്ട് കഴിവ്. കൈ തുടങ്ങും. എങ്ങനെ കിട്ടുമോ? ഇന്നലെ ഞാൻ ഉണ്ടാക്കിയപ്പോഴേ ഞാനത് കറക്കിയില്ല. അപ്പോൾ അത് കറക്കുവാണ്. വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണം. മിനിഞ്ഞാന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു 4 എണ്ണം. അപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടായിരുന്നു അരിഞ്ഞിരുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കൈകൊണ്ട് ഞെരുടിയേ ഉള്ളൂ. ഇതിപ്പോൾ അരിഞ്ഞ് വെച്ചത് വലുതായിപ്പോയി. പെട്ടെന്ന് അരിഞ്ഞില്ലേ, അതുകൊണ്ട് എണ്ണ ചൂടാകട്ടെ. ആ എണ്ണ ചൂടാകട്ടെ കേട്ടോ. ഞാനിപ്പം പോയിട്ടുണ്ട്, അത് തന്നെ ഉണ്ട്. ഞാനേ ഇവിടൊക്കെ തന്നെയുണ്ട്, എന്നും പോയില്ല. ഞാൻ അതിലോട്ട് ഒരു ക്രിസ്പി ആകാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പൊടി ഇട്ടു. വളരെ കുറച്ച് ഗോതമ്പൊടി ഇട്ടു. കാരണം ഇത് ഇത്തിരി ഒന്ന് ലൂസായി പോയാൽ ഗോതമ്പൊടി ഇടാം. അരിപ്പൊടി വേണേലും ഇടാം, നൈസ് പൊടി അല്ല, ലേശം മൈദമാവ് വേണേലും ഇടാം. അപ്പം നമ്മുടെ മനോഗതം പോലെ പാചകം ഒരു കലയാണ്. അത് നമ്മുടെ മനോഗതം അനുസരിച്ച് അതിന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് സൗകര്യം. ഇതിനകത്ത് സോഡാക്കാരം ഒന്നും ഇടണ്ട കേട്ടോ. അങ്ങനെ കൊണ്ടുവരൊന്നും വേണ്ട. അതങ്ങനെ ഒരുപാട് ആകണ്ട. എന്നാ നോക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ ഒരു 3-4 ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞേ ഉണ്ടാക്കുള്ളൂ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇഷ്ടമാളൊക്കെ ഞാൻ വിചാരിക്കുന്നതൊന്നും നിൽക്കുകയില്ല. കുത്താനും ഒന്നും ആരും കുത്തിത്തരാനൊന്നും ആരുമില്ല. എന്നെ കൂടെ തന്നെയൊന്നും ഇതൊന്നും വയ്യ. ഇനി ഇത്
കൈ കൊണ്ട് കുറേശ്ശെ നുള്ളി ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടാം. കൈ കൊണ്ട് കുറേശ്ശെ നുള്ളി ചീനിച്ചട്ടിയിലേക്ക് ഇടാം. എണ്ണ മൂത്ത് കേട്ടോ. ഇത് കൈ കൊണ്ട് കുറേശ്ശെ നുള്ളി ചീനിച്ചട്ടിയിലേക്ക് ഇടണം. ഒരു ലേശം മതി. ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി തപ്പുക, അതുകൂടെ ഉണ്ടെങ്കിൽ ഒരു ചതമാകും അതിന്. ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ വളരെ മഞ്ഞൾപ്പൊടി. ഇതിനെ നമുക്കിങ്ങനെ വാരി ഇതിലേക്കിടാം. ഇനി ഒന്ന് താത്ത് വെക്കട്ടെ. കയ്യൊന്ന് വെള്ളം നനയ്ക്കരുത് കേട്ടോ. കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേശ്ശെ നുള്ളി നുള്ളി ഇട്ടാൽ മതി. ഇതാ ചെറിയ ചെറിയ പോർഷനായിട്ട് ഇടണം. ഓ ഭയങ്കര ഇടി കേൾക്കുന്നുണ്ടോ? എല്ലാം ഊരിയിട്ട് ഞാൻ എൻ്റെ അത്രയ്ക്ക് ക്ഷേമമായിട്ടുള്ള ഇടിയാണ്. ഞാൻ കുറച്ചേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഈ ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനക്കേടാം. നല്ലോണം കൊണ്ടുന്നുണ്ട് കേട്ടോ. ഇത് ഒരു സെക്ഷൻ രണ്ടാമതില്ല. ഇതിപ്പോൾ ഒരു തവണ ഇടുന്നുള്ളൂ. അത് കോരിയെടുത്ത് നിങ്ങളെ കാണിക്കാം. അത് അവിടെ കിടന്ന് മൂക്കട്ടെ. ചെറിയ തീ കിടന്ന് നോക്കണം, എന്നാലും അത് കൊടുക്കും ശരിയാകും. നല്ല പലഹാരം കേട്ടോ. ഇത് റൗണ്ട് ഒന്നും വേണ്ട, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നുള്ളി നുള്ളി ഇട്ടാൽ മതി. വേഗണം. അപ്പം സാമ്പാർ ജീര പിന്നെ സാമ്പാർ ജീര കൊണ്ടുവന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ചെറിയ ഇളം കണ്ടോടുകൂടി നുള്ളി എടുക്കണം. എന്നിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു. ഇഞ്ചി പച്ചമുളക്, ഒരു പിടി സാമ്പാർ ജീര, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, വലിയ പച്ചമുളകാണ്. ഇത്രയും കൂടെ അരിഞ്ഞത്. 2 ദിവസം കൂടെ ഉണ്ടാക്കി എന്തോ രുചിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാമ്പാർ ജീര കൊണ്ട് വട ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തിരിച്ചിടട്ടെ. എന്നിട്ട് അതിലേക്ക് ആവശ്യാനുസരണമുള്ള കടലമാവ്, ഒരു ലേശം മുളക് പൊടി, ഇത്തിരി കായം, ഇത്തിരി മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ലേശം. ഇതിനകത്ത് വേണേൽ ജീരകമൊക്കെ ഇടാം, പക്ഷെ അപ്പം അതിൻ്റെ രുചിയൊന്നും മാറും. പിന്നെ ഒരു ലേശം ഒരു പിടി ഗോതമ്പ് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഉണ്ടാവും.
നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടി ഇട്ട് കാർന്നൂർ മാഷെ വിളിക്കുന്നത്. മാഷ് മോളിൽ പോയത് മഴ ആസ്വദിക്കാം. അപ്പോൾ നല്ലോണം വേഗം ഇതാ കിടന്ന് വേകുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഇതിന് ഷേപ്പൊന്നും വേണ്ട, നമ്മൾ നുള്ളി നുള്ളി ഇടുകയല്ലേ, എന്നാലും കൂടി അതിനൊരു നല്ല ഷേപ്പ് വന്നു കേട്ടോ. അതല്ലേ രസം. നല്ലോണം മൊരിയിട്ടില്ല. ഇത് നല്ലോണം മൊരിയും, പിന്നെ മൊരിയും. എന്തുകൊണ്ടെന്നാൽ ഈ സാമ്പാർ ചീരയുടെ ഇല വളരെ സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഇളം തണ്ടും കൂടെ അരിഞ്ഞിട്ടത്. ഇത് വളരെ സോഫ്റ്റാണ്. സാമ്പാർ ചീരയുടെ ഇല ഇളം തണ്ടോടുകൂടി അരിഞ്ഞത്, ഒരു പകുതി സവോള, ഒരു 2 ചെറിയുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, എല്ലാം പൊടിപൊടിയായിട്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള കടലമാവെടുത്ത് ഇത്തിരി ഉപ്പിട്ട് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്നാക്കണം. എന്നിട്ട് അതിന് ഒരിത്തിരി ഉപ്പിടണം. കാരണം അതിൻ്റെ ഉള്ളിലെ കഷ്ണത്തിന്, ഉള്ളിലല്ല ആ കഷ്ണത്തിനും കൂടി ഇത്തിരി പിടിക്കണം. എന്നിട്ട് കടലമാവും ഗോതമ്പ് മാവും, ഗോതമ്പ് പൊടിയും കടലമാവിൻ്റെ പൊടിയും കൂടെ പാകത്തിന് നുള്ളി ഇടാനുള്ള പാകത്തിന് കലക്കിയിട്ട് ഈ കൂട്ട് മുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സാമ്പാർ ചീരയുടെ ഇല, ഇതെല്ലാം കൂടെ ആ കടലമാവും ഗോതമ്പ് പൊടിയുള്ള മിശ്രിതമില്ലേ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതാ ഉരുട്ടിയല്ല നുള്ളി ഇടുന്നതാണ് ഈ പലഹാരം. വലിയ തീയിൽ കിടന്ന് വേഗണ്ട. ആദ്യം വലിയ തീയിലായിരുന്നു, ഇപ്പോൾ ചെറിയ തീ കിടക്കുന്നതിന് വേവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളിതൊക്കെ എണ്ണ തിളച്ച് കിടക്കല്ലേ, തിരി താത്തിട്ട് മാത്രമേ നിങ്ങൾ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് എന്തിടുമ്പോഴും നിങ്ങൾ തിരി താത്തിയിട്ടേ ഇടാവൂ. വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധ വേണ്ട ഒന്നാണ് പാചകം. ഏത് ജോലിയെ പോലെ ബുദ്ധിമുട്ടുള്ളതാണ് പാചകവും. അത് അതിൻ്റേതായ രീതിയിൽ എടുക്കണമെങ്കിൽ പാടാം. ഇതാ ഇനി ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് കോരിയെടുക്കാം. ഇനി ആയാൽ കഴിഞ്ഞു പോകും. ഇതാ ഇത്രേ പാടുള്ളൂ. ഇനി ആയാൽ കഴിഞ്ഞു പോകും. ഇനി അപ്പോൾ ബാക്കിയും കൂടെ അങ്ങ് ഉള്ളി ഇട്ടേക്കാം അല്ലേ. ഇതാ നല്ല പലഹാരമാണ്. കയ്യിലോടെ ബാക്കിയും കൂടെ അങ്ങ് ഉള്ളി ഇട്ടേക്കാം. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ച് അങ്ങ് കൊടുക്കാമല്ലോ. ഇതാ കുറച്ചും കൂടെ ഉണ്ട്. ഷാളൊക്കെ ഇടുന്നവർ സൂക്ഷിക്കണേ. തീയത്ത് നിൽക്കുമ്പം എന്നോട് പലരും, നമ്മളെ സ്നേഹിക്കുന്ന പലരും വിളിച്ച് പറയാറുണ്ട്, ഞാൻ പ്രായമായ ആളല്ലേ, അതുകൊണ്ട് കൂടുതൽ അവരെന്നോട് പറയുന്നുണ്ട്. പ്രായമായ ആളെക്കാട്ടിലും ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന കുട്ടികൾ, അവരോട് ഞാൻ പറയുകയാണ്, എന്നോട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്, പ്രായമായ എന്നെക്കാട്ടിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളല്ല. നിങ്ങൾ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടവരെ. ഇത് എളുപ്പമാണ് മക്കളെ, ഇത് എളുപ്പമാണ്. വളരെ എളുപ്പമുള്ളൊരു പലഹാരമില്ല. എന്ന് വെച്ചാൽ എണ്ണപ്പലഹാരം എന്നും ഒന്നും കഴിക്കാണ്ടിരിക്കേണ്ട. ഞാൻ എത്രയോ നാളും എണ്ണപ്പലഹാരം ഉണ്ടാക്കുന്നത്. കഴിയുന്നതും എണ്ണപ്പലഹാരമൊക്കെ ഒഴിവാക്കണം. എന്നുവെച്ചാൽ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കഴിക്കണ്ടേ. എനിക്കല്ല, നിങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരാണ്, നിങ്ങൾക്കൊക്കെ കഴിക്കണ്ടേ ഇതൊക്കെ. ഒരു 60 വേണ്ട, 50 ആകുമ്പോൾ തന്നെ എല്ലാം വന്ന് നമ്മൾ പിടിപെടും. അപ്പം അത്രയും കാലങ്ങളിൽ വല്ലതും കഴിക്കാമല്ലോ. നമ്മൾ കഴിക്കാതിരുന്നാലൊന്നും ഇതൊന്നും വരാതിരിക്കില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച്
ഭക്ഷണമൊക്കെ കഴിച്ചാലും ഇപ്പം മധുരം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഇരിക്കണമെന്നിരിക്കട്ടെ. ആദ്യം മുതലേ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വരും ഇതൊക്കെ. അപ്പം നല്ല കാലത്ത് എല്ലാം പാകത്തിന്, ഒരുപാട് വേണ്ട, പാകത്തിനെല്ലാം കഴിക്കാം. എല്ലാം കഴിക്കാം, വേണ്ടതൊക്കെ കഴിക്കാം. പക്ഷെ വേണ്ടവണ്ണം കഴിക്കരുത്. ഇഷ്ടംപോലെ കഴിക്കും. വേണ്ടവണ്ണം മീൻസ് ഇഷ്ടംപോലെ കഴിക്കരുത്. ഒരു അടിപൊളി പലഹാരമാണ് മക്കളെ. ഇതിൻ്റെ രുചി അപാരം കേട്ടോ. മുക്കട്ടെ. ചെറിയ തീയിൽ ആണ് ഇതുവരെ കിടന്നത്. ഈ ഒരു ഇത്തിരി തീയിൽ നീട്ടി വയ്ക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേര് കവിതയോ രണ്ടുപേര് പാട്ടോ ഒക്കെ ഇങ്ങനെ പാടുകയൊന്നുമല്ല ഇത് കൂട്ടത്തിൽ ഇതാവുന്നത്. നിങ്ങൾക്കൊരു രസത്തിന് ഒരു സമയം പാനുക കേട്ടോ. അല്ല നമ്മളെ കുന്തം വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിന്ന് പാചകം ചെയ്താൽ ആർക്കാ ഇഷ്ടപ്പെടുക? അതൊക്കെ രസകരമാകാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കൊക്കെ രണ്ടുപേര് കവിതയും ഒക്കെ മൂടുന്നത്. അത് വീഡിയോയ്ക്ക് വേണ്ടിയല്ല. അല്ലെങ്കിൽ ഞാൻ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും പാട്ടോ കവിതയോ ഒക്കെ മൂടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അത് കുട്ടിക്കാലം മുതലേ ഉള്ള ശീലമാണ്. ബാത്റൂം സിംഗറാണ് ഞാൻ. അല്ല, നല്ല സിംഗറൊന്നുമല്ല, സിംഗറല്ല. കുട്ടിക്കാലത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയത്തെ ഉണ്ടാക്കുന്നത്, ഭയത്തെ ജനിപ്പിക്കുന്നതെന്നാണ്. നമ്മൾ പക്ഷേ അങ്ങ് നാടൻ രീതിയിലങ്ങ് ഭയങ്കരമെന്ന് പറയും അല്ലേ? പക്ഷേ അങ്ങനെ പറയരുത്. വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് പാട്ടൊക്കെ പഠിച്ചാൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയെന്നൊക്കെ അച്ഛനമ്മമാരുടെ അമ്മാവന്മാരുടെയൊക്കെ വിചാരം. ഡിഗ്രിയും അതിൻ്റെ അപ്പുറവും മറ്റു കോഴ്സുകളും ഒക്കെ പഠിച്ചാലേ ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് പാട്ടിനും ഡാൻസിനും ഒന്നും വിടുകയില്ല അന്നത്തെ. പിന്നെ അന്നത്തെ കുടുംബങ്ങളിൽ ഡാൻസിനൊട്ടും വിടുകയില്ല. പാട്ട് പിന്നെയും പഠിപ്പിക്കും, അത് സൈഡായിട്ട് പഠിപ്പിക്കും. അല്ലാതെ ഒരു ജീവിതമാർഗ്ഗം അല്ലല്ലോ എന്നുള്ളതിൽ. ഇപ്പോഴല്ലേ പാട്ടിനുമൊക്കെ വേക്കൻസിയും പോസ്റ്റും ഒക്കെ ഉണ്ടായത്. ഞങ്ങളുടെ കാലത്തൊന്നും അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പാട്ടിനൊന്നും വിടുകയില്ല. പിന്നെ വീടിന് വെളി, സ്കൂളിൽ മാത്രമാണ് വീട്ടിന് വെളിവിടുന്നത്. വീട്ടിന് വെളിവിടുന്ന സ്കൂളിൽ പോകുന്നത് മാത്രമാണ്, അല്ലാതൊന്നും വിടുകയില്ല. കടയ്ക്കോ കൂട്ടുകാരോടൊത്ത് നടക്കാനോ ഒന്നും സമ്മതിക്കുകയില്ല. സത്യം പറഞ്ഞ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത കാലമായിരുന്നു കുട്ടിക്കാലം ഞങ്ങളുടെയൊക്കെ. ഇതൊക്കെ നല്ലോണം പൊന്തിപ്പിക്കും. പൊങ്ങി ഒന്നോ എത്ര എളുപ്പമാണെന്നറിയാം ഇത്. നിങ്ങൾ നോക്ക് എത്ര എളുപ്പം സാധിച്ചു. ചീര കൊണ്ടുവന്ന് അരിഞ്ഞത് മുതൽ ഞാൻ ഓടിപ്പോയിട്ട് ചീര പറിക്കുകയായിരുന്നു. അയ്യോ, ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനെ, അത് തെറ്റാ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഈയിടയ്ക്ക് എന്നോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചു പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിലെ നോയ്സ് ഇടാതെ ശ്രദ്ധിക്കണേ ടീച്ചറേന്ന്. ശ്രദ്ധയോടെ ഇഷ്ടത്തോടെയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മളെ പിന്നെ വിമർശിക്കുകയൊന്നുമല്ലായിരുന്നു, നമ്മളോട് സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ടീച്ചറെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കഴിയുന്നത് ഒഴിവാക്കുന്നു. ഞാനാണ് പാമ്പൊക്കെ ഇഷ്ടം ചടവോ വെള്ളവും എൻ്റെ കയ്യിൽ നമുക്ക് പോകും കുട്ടികളെ. അപ്പോൾ ഈ 4 മണി പലഹാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ പറയണം. ഇനി ഒരു കാപ്പിയും കൂടെ വെച്ച്, കട്ടൻ കാപ്പിയും കൂടെ വെച്ച് മാഷെ വിളിക്കും ഞാൻ. ഇല്ല, ചൂടാ. ആദ്യത്തേത് മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. ഇതാ ഇതിൻ്റെ പേരാണ് സാമ്പാർ ചീര കൊണ്ടുള്ള, സാമ്പാർ ചീര ഉള്ളി ഒരു പൊക്കവട. സാമ്പാർ ചീര കൊണ്ടുള്ള ഒരു പൊക്കവട എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം, കഴിക്കണം. ഇതൊക്കെ പോഷക മൂല്യമുള്ള സാധനങ്ങളല്ലേ.
നല്ലതാ, നല്ല ക്രിസ്പി കരി വരുന്നു, നല്ല രുചി കേട്ടോ. മാഷ് വിളിക്കട്ടെ, ഇവിടെ കാപ്പി അടുപ്പത്ത് വെച്ചിട്ട് വിളിക്കാം. അപ്പോൾ കഴിക്കുമ്പോഴത്തേക്കാകും. ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ 4 മണിക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചൂടോടെ പലഹാരം ഉണ്ടാക്കി വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കും. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന ഉള്ളതാണ്. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. വീഡിയോ ഇവിടെ വൈകിട്ട് നല്ല മഴയാണ്. അവിടെയൊക്കെ മഴയായിരിക്കുമല്ലോ അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളം ഒട്ടാകെ മഴയാണെന്നാണ് കേട്ടത്. കുട്ടികൾ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു അവിടെ തിരുവനന്തപുരത്തും തിരുവല്ലയിലും എല്ലാം മഴയാണ്. വലിയ ഇടിയൊക്കെ മുടങ്ങുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.